ഹായ് ഫ്രണ്ട്സ്, ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ, നല്ല ഉഷാറായിരിക്കും അല്ലേ. അപ്പോൾ ഇത് പൈനാപ്പിളും ഓറഞ്ചും കൂടിയും ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 മീഡിയം സൈസ് ഓറഞ്ചും അതേപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിളും കൂടെ എടുത്തിട്ട് ഇതാ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുരു ഉണ്ടെങ്കിൽ ഓറഞ്ചിന് കയ്പ്പ് ഉണ്ടാവും കേട്ടോ ജ്യൂസ് അടിച്ചാൽ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ പഞ്ചസാര വലിയ തരിയായിട്ടുള്ള പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇത് വലിയ തരിയായിട്ടുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാനിത് വേറെ അടിച്ചെടുക്കുന്നത് കേട്ടോ, പഞ്ചസാരയൊക്കെ പൊടിച്ചെടുക്കണത്. അപ്പോൾ അത് ആ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അരച്ച് കിടക്കാനായിട്ട് ആവശ്യത്തിന് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഐസ് ക്യൂബ്സും കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ പൈനാപ്പിൾ അടിക്കുമ്പോൾ നല്ലോണം അടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് കഷ്ണമൊന്നും ഉണ്ടാവില്ല, പിന്നെ അടിച്ചെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇത്രയും കഷ്ണങ്ങൾ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ലാസ്റ്റ് നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഓറഞ്ച് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അടിച്ചെടുക്കുമ്പോൾ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്, അതാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഓറഞ്ചും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ പൈനാപ്പിൾ അടിച്ച് വെച്ചിട്ടുള്ള അതിൽ തന്നെ അടിക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഓറഞ്ചും കൂടെ നമുക്ക് ആ പൈനാപ്പിൾ ജ്യൂസിലേക്ക് തന്നെ അരിച്ചു കൊടുക്കാം കേട്ടോ, അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിൽ ബാക്കി വേസ്റ്റായിട്ട് വന്നിട്ടുള്ള അതൊന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 5 ഗ്ലാസ് ജ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിൽ അടിച്ചെടുത്തിട്ട് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ജ്യൂസാണ്. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആ അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്നിട്ട് കറക്കിയിട്ട് എടുക്കാം. ഇല്ലാച്ചെങ്കിൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചാൽ മതി. പഞ്ചസാര പൊടിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൽ അലിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ പഞ്ചസാര. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് പൈനാപ്പിൾ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പൈനാപ്പിൾ ഓറഞ്ച് ജ്യൂസ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാച്ചെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ് രണ്ടും കൂടെ ഒരുമിച്ച് ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ. ഇനി ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്തിട്ട് നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിന് മുകളിൽ കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ നോമ്പിന് ഇതുപോലെ ഒരു ജ്യൂസ് നിങ്ങൾ റെഡിയാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ പറയണേ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്ലേവറിലെ ഐസ്ക്രീം ആണെങ്കിലും ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ ജ്യൂസിന് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.